ഹലോ. കുറേ ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്ന് ഞാനിങ്ങനെ വിചാരിക്കും ഇടണമെന്ന്. പിന്നെ ഓരോ കാര്യവും പിന്നെ ഇങ്ങനെ മടിയൊക്കെ കാരണം അങ്ങനെ നീണ്ടു പോയി. അപ്പം ഇന്ന് വിചാരിച്ച് എന്തായാലും ഇടാം. പിന്നെ കർക്കിടകം 1-ാം തീയതിയല്ലേ, അപ്പോൾ കാലത്ത് എണീറ്റ് വിളക്കൊക്കെ കാട്ടിയിട്ടാണ് കേട്ടോ രാവിലത്തെ പരിപാടിയിലേക്കൊക്കെ കിടക്കുന്നത്. കുട്ടികളൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അതാ മോളാണെന്ന് വെച്ചെങ്കിൽ രാവിലെ എണീറ്റാൽ പെട്ടെന്ന് അങ്ങോട്ട് താഴെ ഇറങ്ങില്ല. കുറച്ച് നേരം അവളുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് സെറ്റായാലേ അവളൊന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ അവളെ കൊടുത്തിട്ട് ഞാൻ ഈ ഷെൽഫിൻ്റെ മേലെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ ചോറ് ഇന്നലെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ. പിന്നെ അത് അവിടെ കൊടുന്ന് ഇരുത്തിയതാണ് ഷെൽഫിമേ. അപ്പോഴേക്കും വെള്ളമൊക്കെ തുറന്നിട്ട് വെള്ളത്തിൽ കളിക്കാൻ നോക്കുകയാണ് കേട്ടോ. എന്നെ നോക്കിയിട്ടാണ് കേട്ടോ ആ ആക്ഷനൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വെള്ളം ഓഫാക്കുമ്പോൾ വീണ്ടും അവൾ ഓൺ ചെയ്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ രാവിലേക്കുള്ള ഇഡ്ഡലിയാണ് ഇന്ന് കാലത്തേക്ക്. അപ്പോൾ അതൊക്കെ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് സ്റ്റവിൽ വെക്കുക കേട്ടോ. പിന്നെ ഞാൻ സിയമോളേനെ അവിടെ ഇരുത്തിയില്ല. അവളേനെ എടുത്തിട്ട് ഞാൻ ഒക്കത്ത് വെച്ചു. അപ്പോഴേക്കും ആര്യൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആര്യനും അവളും കൂടിയിട്ട് TV വെച്ചിട്ട് അവിടെ പാട്ടൊക്കെ കേട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ ഇവിടെ സാമ്പാറാണ് കേട്ടോ വയ്ക്കുന്നത്. ഇഡ്ഡലിയുടെ കൂടെ ഈ ചട്നി അല്ലെങ്കിൽ ചമ്മന്തി അതിനെക്കാട്ടിലൊക്കെ എനിക്കിഷ്ടം സാമ്പാറാണ്. പിന്നെ മോനും അതിഷ്ടമാണ്. അപ്പോൾ പിന്നെ അത് വെച്ചു. പിന്നെ ഉച്ചയ്ക്കും ആയല്ലോ, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. പിന്നെ ഒരു ഉപ്പേരി, വെണ്ടയ്ക്ക അങ്ങനെ എന്തെങ്കിലും ഉപ്പേരിയും വെക്കണം വെച്ചിട്ടാണ്. അപ്പോൾ സാമ്പാറിലേക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് ഉള്ളിക്കൊട്ടയാണ്. അപ്പോൾ അതൊന്ന് ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ അതിലിടുക. അതും എടുത്തു. പിന്നെ അതൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കുകയാണ് വേഗം. പരിപ്പ് വേകുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചാൽ വേഗം ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് വന്നപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെക്കുക കേട്ടോ. പിന്നെ ഞാനിങ്ങനെ മല്ലിപ്പൊടി ഒന്നും ഇടാറില്ല, സാമ്പാർ പൊടി ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും മാത്രമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതാ വെണ്ടക്കായ കുറച്ച് വെളിച്ചെണ്ണയിലിട്ടിട്ട് വഴറ്റിയിട്ടാണ് കേട്ടോ ഇടുന്നത്. പിന്നെ അതൊക്കെ വെന്തതിൻ്റെ ശേഷമാണ് സാമ്പാർ പൊടി ഇട്ടുള്ളത്. അപ്പോൾ അതൊക്കെ സെറ്റായി. പിന്നെ കടുക് വറുത്തിട്ടൊക്കെ ഒഴിച്ചു. അപ്പോഴേക്കും അവിടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, തറവാട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മയുടെ കൂടെ സിയമോളേനെ പറഞ്ഞയക്കുകയാണ് കേട്ടോ. സിയമോള് രാവിലെ തന്നെ ഒരു പഴം കഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പോൾ അമ്മ പോകുമ്പോൾ ഞാനൊരു ഇഡ്ഡലി എടുത്ത് കൊടുത്തിരിക്കുക. അപ്പോൾ അമ്മ അവിടെ തറവാട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുത്തോളും. പിന്നെ അവിടെ ചേച്ചിയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരങ്ങനെ കളിച്ചിട്ട് കഴിച്ചോളും. പിന്നെ ഉണ്ണി പോയതിൻ്റെ ശേഷം ഞങ്ങൾ ഇരുന്നിട്ട് ചായ കുടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ആര്യൻ്റെ മുഖം കണ്ടില്ലേ, അവൻ വിഷമിച്ചിരിക്കുന്നത്. അവന് കാല് വേദനിക്കുന്നുണ്ട്. കാലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാലിൻ്റെ മുട്ടിൻ്റെ താഴ്ഭാഗം വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ സോഫയിലിരിക്കുമ്പോൾ ഇല്ല, കസേരയിലിരിക്കുമ്പോൾ മാത്രമേ വേദനയുള്ളൂ അത്ര. ഞാനതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക കേട്ടോ.